മുഹമ്മ കെ.ഇ. കാർമൽ സ്കൂളിന്റെ 25ാമത് വാർഷികാഘോഷം വർണ്ണാഭമായി. ജൂബിലി ആഘോഷത്തിന്റെ സമാപനവും ഇതോടൊപ്പം നടന്നു. മുഹമ്മ കെ.ഇ. കാർമൽ സ്കൂളിൽ രജത ജൂബിലി ആഘോഷം സമാപിച്ചു. സമാപന സമ്മേളനം ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത മാർ തോമസ് തറയിൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഗൗരവമായ പഠനങ്ങൾ നടത്തുകയും പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് സന്തോഷകരമായ കാര്യമാണ്. വിദ്യാഭ്യാസത്തോട് ബന്ധമില്ലാത്തവരാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പോളിസികൾ നിശ്ചയിക്കുന്നത് എന്നൊരു വലിയ കുറവ് നമുക്കുണ്ടെങ്കിലും ആ മേഖലയിൽ ഗൗരവമായ പഠനങ്ങൾ നടക്കുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. നമ്മൾ ഈ സ്കൂളിനെ കുറിച്ചെല്ലാം ചിന്തിക്കുമ്പോൾ കർമ്മലീത്ത വൈദികരുടെ ഒരു പരിശ്രമ ഫലമാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരത്തെ തന്നെ ഉയർത്തുന്ന ഇത്തരം സ്കൂളുകളെല്ലാം. അതിന് പ്രചോദനമായത് ഒരു വിശുദ്ധനാണ്. എന്തുകൊണ്ടാണ് ഈ സ്കൂളുകളെല്ലാം വിജയിക്കുന്നത് ചോദിച്ചാൽ അതിൻ്റെ ഒരുത്തരം ഇതെല്ലാം ആരംഭിച്ചത് വലിയ ഒരു കോർപ്പറേറ്റ് മുതലാളിയോ അല്ലെങ്കിൽ വലിയ കഴിവുകൾ അമാനുഷികമായ കഴിവുകളുള്ള ഒരു വ്യക്തിയല്ല. നമ്മുടെ നാട്ടിൽ നമ്മളെപ്പോലെ ജീവിച്ച് വിശുദ്ധനായി ജീവിതം മുഴുവൻ സമർപ്പിച്ച ഒരാളാണ് കർമ്മലീത്ത സഭയുടെ ആരംഭകൻ. അദ്ദേഹം അന്ന് 150 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം കണ്ട സ്വപ്നങ്ങൾ ഈ നാട്ടിൽ ദളിതര് ദേവഭാഷയായ സംസ്കൃതം പഠിക്കണമെന്ന് അദ്ദേഹം കണ്ട സ്വപ്നം. അന്ന് എന്തെങ്കിലും എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ആരംഭിച്ച മാന്നാനംകുന്നിൽ ആരംഭിച്ച സംസ്കൃത സ്കൂള്, പിന്നീട് സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി വിതരണത്തിന് നിമിത്തമായ രീതിയിൽ പിടിയരി വിരിച്ച് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു. തിരുവനന്തപുരം പ്രൊവിൻഷ്യൽ ഫാദർ ആന്റണി ഇളന്തോട്ടം, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം, കൗശിക്, വിനോദ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. സ്കൂൾ സ്ഥാപകൻ ഫാദർ മാത്യു വിത്തുവെട്ടിക്കലിന്റെ പേരിൽ നവീകരിച്ച ലൈബ്രറി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. നവീകരിച്ച സ്കൂൾ കെട്ടിടം സിൽവർ ജൂബിലി ബ്ലോക്കായി നാമകരണം ചെയ്തു. ഡോക്ടർ സാംജി വടക്കേടം രചിച്ച ട്രാൻസ്ഫോമിംഗ് സോഷ്യലിസം ഇൻ കേരള എന്ന പുസ്തകം ബിഷപ്പ് പ്രകാശിപ്പിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ സാംജി വടക്കേടം, മാനേജർ ഫാദർ പോൾ തുണ്ടുപറമ്പിൽ, ഷൈനി ജോസ്, ഫാദർ സനു വലിയവീട്, പി അഭിലാഷ്, റോക്കി തോട്ടുങ്കൽ, സന്തോഷ് ഷൺമുഖൻ, നീന ജിജോ, സംഗീത നമ്പീശൻ, ടി ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു.